തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സുഖേന്ദു ശേഖർ റോയ് പാർട്ടി അംഗത്വവും അതുപോലെ എംപി സ്ഥാനവും രാജിവെച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ കൂട്ടരാജി നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിയുടെ വിശ്വസ്തരിൽ ഒരാളായി തന്നെ വർഷങ്ങളോളം അറിയപ്പെട്ടിരുന്ന സുഖേന്ദു ശേഖർ റോയിയുടെ ഈ ഒരു അപ്രതീക്ഷിത നീക്കം ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. തന്റെ ആ ഒരു രാജി പ്രസ്താവനയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സുഖേന്ദു ശേഖർ റോയ് ഉന്നയിച്ചിരിക്കുന്നത്. തുടർച്ചയായി തന്നെ 15 വർഷം അധികാരത്തിലെത്തുന്ന തൃണമൂൽ കോൺഗ്രസിനെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ വ്യക്തമായി തന്നെ തള്ളിക്കളഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ക്രമസമാധാന തകർച്ച എന്നിവയാണ് ജനങ്ങൾ അവിടെ പാർട്ടിക്കെതിരെ അതായത് ഇത്തരത്തിൽ വിധി എഴുതാൻ കാരണമായതെന്നും ആരോപണമുണ്ട്. ഇതിനു പുറമെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ഭരണപരാജയവും ജനവിധിയെ സ്വാധീനിച്ചുവെന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ചുകൊണ്ടാണ് താൻ പാർട്ടിയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും രാജിവെച്ചതെന്നതാണ് സുഖേന്ദു ശേഖർ റോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവന തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഇതിനു മുൻപേ തന്നെ നിരവധി MLA-മാർ വിമത നീക്കം ആരംഭിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ അസംതൃപ്തി ശക്തമായി എന്നും നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഉയരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യസഭാ എംപിയുടെ ഈ ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം സുഖേന്ദു ശേഖർ റോയിയുടെ രാജി ഒരു വ്യക്തിയുടെ തീരുമാനത്തിന് ഉപരിയായി തന്നെ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ വലിയൊരു അസ്വസ്ഥതയുടെ സൂചനയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ടേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതേസമയം ഈ ഒരു സംഭവ വികാസങ്ങൾ BJPക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടം ഉണ്ടാക്കാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിയെ പുനർസംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയരുകയുമാണ്. അതേസമയം വളരെ കാലമായി തന്നെ പാർട്ടിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് രാജി എന്നതായിരുന്നു സുഖേന്ദു ശേഖർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പാർട്ടിയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് താൻ 59 വർഷമായി രാഷ്ട്രീയത്തിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആത്മപരിശോധനയ്ക്ക് ശേഷം ഉചിതമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി. തന്റെ സഹപ്രവർത്തകരായ മറ്റ് രാജ്യസഭാ അംഗങ്ങൾ ആരെങ്കിലും രാജിവെക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിച്ചതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. സഭയിലെ പ്രതിപക്ഷ തോൽവിയെ ചൊല്ലി കടുത്ത ഭിന്നതയാണ് പാർട്ടിക്ക് ഉടലെടുത്തത്. ബംഗാളിലെ ഈ ആഭ്യന്തര കലഹം തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾക്കിടയിലും വിള്ളലുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിട്ടുണ്ട്. നേരത്തെ തന്നെ പാർട്ടിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി മുതിർന്ന MP ആകട്ടെ വലിയ രീതിയിൽ അവിടെ ആ സ്ഥാനം ഒഴിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ രാജി വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.